all to a brand new and exciting episode of Supermodel. In this episode, we focus on design. ഒരു മോഡലിന് ഡിസൈൻ സെൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. So in this episode, we are going to see how our contestants are going to judge design sense and etc. and how, we are going to analyze how they are with their sense of design. And for this, we have a very prominent designer from our state. Like one of the leading designers, Sameer, who's going to give the models design classes as well as help analyze who's the best designer among the models. So I invite Sameer on stage. The models are waiting to get your design classes. Okay. So I think you should start. And I'll join you in a bit when you're done with the design section. Yeah, sure. So I really don't know what's going to happen. So I hope it goes good. Yeah? Thank you, Parvati. Hi guys. So my name is Sameer. So നിങ്ങളെല്ലാവരും ഇപ്പോൾ സൂപ്പർ മോഡൽസിൽ വന്നിരിക്കുന്നത് തന്നെ സൂപ്പർ മോഡൽ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലേ? സോ എവ്രിബഡി വാണ്ടഡ് ടു ബി ഇൻ ദ ടോപ്പ് ഓഫ് ദ ലിസ്റ്റ്, ഇസ്ന്റ് ഇറ്റ്? അപ്പം അതിൻ്റെ അകത്ത് ഡിസൈനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് ഫാഷൻ ഡിസൈനേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് നിങ്ങളെല്ലാവരും ഒരു ഡിസൈനിങ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റിലൂടെ. സോ വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഒരു ഡിസൈനിങ് പ്രോസസ്സ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മോഡലിനെ സംബന്ധിച്ചോളം എന്നാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡിസൈനേഴ്സ് ആണെങ്കിലും ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് ലെവൽ ആണെങ്കിലും സോ യു ആർ ഗോയിങ് ടു എക്സിബിറ്റ് ദെയർ കളക്ഷൻസ് ഓർ എൽസ് ഇൻ ദ ഇൻഡസ്ട്രിയിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ഫാഷൻ ഇൻഡസ്ട്രി, ഇറ്റ്സ് എ ബൂമിങ് ഇൻഡസ്ട്രി, ഇസ്ന്റ് ഇറ്റ്? അപ്പം അവിടുന്ന് ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ അതിൻ്റെ എക്സിബിഷൻ പാർട്ടാണ്. ദേ ആർ ഗോയിങ് ടു എക്സിബിറ്റ് ത്രൂ യു ഗൈസ് ടു ദ ലോക്കൽ ഓഡിയൻസ് ഓർ എൽസ് ഫോർ ദ കസ്റ്റമൈസ്ഡ് പീപ്പിൾ. അപ്പം അങ്ങനെ ഒരു ഓഡിയൻസിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നിങ്ങളായിട്ടുള്ള മോഡൽസ്. ആൻഡ് ഈവൻ ദോ ഏതൊരു ഇപ്പം ബ്രാൻഡ് ആണെങ്കിലും ഏതൊരു ഡിസൈനിങ് കോസ്റ്റ്യൂംസ് ആണെങ്കിലും സോ യു ഗൈസ് ഹാവ് എ ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ. അപ്പം ആ ഒരു പ്ലേയിങ് ഇമ്പോർട്ടൻസ് ആണ് വി ആർ ഗോയിങ് ടു showcase through this particular event. I will start from here. Jinsi, അല്ലേ? So ജിൻസിക്ക് ഇപ്പം ഇതിലേക്ക് വന്നു, ഇപ്പം ടോപ്പ് 20 മോഡൽ ലിസ്റ്റിലേക്ക് വന്നു. അപ്പം ജിൻസിക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഒരു ഡിസൈനർ കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ ഒരു ഡിസൈനിങ് ബൈസ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഡിസൈനേഴ്സിന് ഇമ്പോർട്ടൻസ് എന്ന് ജിൻസിയുടെ മനസ്സിലുള്ളത്? We are the one who showcase your product and you believe us. You give your product to us. You have a certain amount of belief on us when you let us wear your costumes. So you are the main role here. പക്ഷേങ്കിൽ അങ്ങനെയല്ല സംഭവം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മോഡലായിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും മോഡലാണ്. സോ നിങ്ങളാണ് എക്സിബിറ്റ് ചെയ്യേണ്ടത്, ഒരു ഡിസൈനർ കോസ്റ്റ്യൂം എക്സിബിറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടത് കുറേ പ്രൊപ്പോർഷൻസ് ആണ്. അതായത് ദൂരെ നിൽക്കുന്ന ഒരു 6 feet ഹൈറ്റ് ഉള്ള ഒരു ഗൈ ആണെങ്കിലും അല്ലെങ്കിൽ 5.7 ഹൈറ്റ് ഉള്ള ഒരു ഗേൾ ആണെങ്കിലും ദേ ആർ ഗോയിങ് ടു എക്സിബിറ്റ് ദ അതർ കളക്ഷൻസ് ഡിസൈനർ കളക്ഷൻസ് എക്സിബിറ്റ് ടു ദ ഓഡിയൻസ്, അല്ലേ? അപ്പോൾ നിങ്ങളാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യേണ്ടവർ. കാരണം ഡിസൈനേഴ്സിന് ഡിസൈൻ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ദേ കനോട്ട് ഷോക്കേസ് ഇറ്റ് ഓഫ്, അല്ലേ? ഷോക്കേസ് ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേയിൽ ഒന്നിലെ മാനിക്യൂൻ വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഫാഷൻ ഷോയിൽ നിങ്ങൾ ഇറങ്ങണം, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് മോഡൽസിനാണ്. അപ്പോൾ അതിനകത്ത് കീ ഇമ്പോർട്ടൻസ്, അല്ലേ? അപ്പോൾ ഒരു ഡിസൈനേഴ്സിന് ഇച്ചിരി ഫോൾട്ട് വന്നെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ഡിസൈനേഴ്സിൻ്റെ ടോൺ ആയിരിക്കാം, ഒരു ക്ലോത്ത് ടോൺ ആയിരിക്കാം. ഇപ്പോൾ ലാസ്റ്റ് ഷോയിൽ തന്നെ റൺവേ സീസൺ 2 സോ യു ഹാവ് എക്സ്പീരിയൻസ് ഒരു ടോൺ ക്ലോത്തിൽ സോ ഹൗ യു ആർ വാക്കിംഗ് ഓൺ ദ റാമ്പ്. അപ്പോൾ അങ്ങനെയുള്ള റാമ്പിൽ വാക്ക് ചെയ്യുമ്പോഴത്തേക്കും കോൺഫിഡൻസ് ലെവൽ നമ്മൾ ഷോക്കേസ് ചെയ്യണം. അപ്പം ഒരു ഡിസൈനേഴ്സ് നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട്, നിങ്ങളായ മോഡൽസിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഓരോ കോസ്റ്റ്യൂംസ് തരുവാണ്. ഓക്കെ, യു ഹാവ് ടു ഷോക്കേസ് ദിസ് ടു ദ ഓഡിയൻസ് എന്ന് വേണ്ടി തരുവാണ്. അപ്പം അത് നിങ്ങൾ എത്തിക്കുമ്പോഴത്തേക്കും, നിങ്ങളത് കോമൺ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും നിങ്ങളാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നിങ്ങളെ കണ്ടിട്ട് വേണം ദേ ഹാവ് ടു ബൈറ്റ് ഓഫ്, ഇസ്ന്റ് ഇറ്റ്? അപ്പം നിങ്ങളാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യേണ്ടവർ. ആൻഡ് നെക്സ്റ്റ് മൊറീന ഒരു ഷോയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് ലോഞ്ചിൽ കൊറിയോഗ്രാഫി ഇല്ലാതെ ജസ്റ്റ് ഒരു 10 minutes മുന്നേ പറയാണ് there will be no choreography. നിങ്ങൾ ഷോക്കേസ് ചെയ്യണം ഇൻ ദ പ്രോഡക്റ്റ് എന്നൊരു ഡിസൈനർ നിങ്ങളോട് ആവശ്യപ്പെടുവാണ്. സോ വാട്ട് വുഡ് ബി ദ റെസ്പോൺസ്? നമ്മൾ നമ്മുടെ ഗട്ട്സ് വെച്ച് കോൺഫിഡൻസ് വെച്ചിട്ട് നമ്മൾ ഇറങ്ങും. എന്തായാലും ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഷോ മസ്റ്റ് ഗോ ഓൺ. അപ്പൊ അതാണ് കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കോൺഫിഡൻസ് ലെവൽ. കാരണം ആസ് എ മോഡൽ നമ്മളിപ്പോൾ ഒരു കൊറിയോഗ്രാഫി ഇല്ലെങ്കിൽ തന്നെയും ഒരു പ്രോഡക്റ്റ് ടോൺ ആണെങ്കിൽ തന്നെയും നമുക്ക് വേണ്ടത് ഒരു കോൺഫിഡൻറ്റ് ലെവലാണ്. അതെങ്ങനെ ആൾക്കാരിലേക്ക് എത്രയും കോൺഫിഡൻറ്റോട് കൂടി എത്തിക്കാം എന്നുള്ളൊരു ലെവൽ വേണം നമുക്ക്, അല്ലേ?
അപ്പോൾ അതുണ്ടെങ്കിൽ തന്നെയും ഡിസൈനേഴ്സിൻ്റെ പകുതി ജോലി നിങ്ങൾ കുറച്ച് കൊടുക്കുകയാണ്. അപ്പം അതൊക്കെ വേണം നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽസ് ഇൻക്രീസ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ടു ഗായത്രി. ഒരു മോഡലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഗായത്രി വേറെ ചെയ്തിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് കോക്ടെയിൽ അല്ലെങ്കിൽ ഒരു പാർട്ടി വെയർ ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂമാണ് അല്ലേ. ഇപ്പം നൗ യു ആർ ഡൂയിങ് ദ ഹെയർ സ്റ്റൈൽ ഇൻ ദാറ്റ് വേ, അങ്ങനെ ഹെയർ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. നൗ യു ആർ സിറ്റിംഗ് ഇൻ ദ പ്രോപ്പർ പ്രൊപ്പോർഷൻ അല്ലേ. അപ്പം ഇങ്ങനൊരു ഇതിൽ അറ്റയറിൽ ഗായത്രിനെ കാണാൻ യു ലുക്ക് ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ. അപ്പോൾ ഇപ്പം ഒരാൾ പറയാണ് നൗ യു ഹാവ് ടു വെയർ എ എന്താണ് ഒരു കേരള കോസ്റ്റ്യൂം ലൈക്ക് സാരി. അപ്പം ഇപ്പൊ പറയാണ് ഈ സെയിം ഇപ്പൊ ഇരിക്കുമ്പോൾ പറയാണ് ഗായത്രി യു ജസ്റ്റ് ഗോ ആൻഡ് വെയർ ദ സാരി ആൻഡ് കം ആൻഡ് സിറ്റ് ഇൻ ദ സെയിം പൊസിഷൻ. ഇപ്പൊ ഇവരുടെ കൂടെ തന്നെ ഇരിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഗായത്രി എന്താണ് ഫാഷനെ കുറിച്ച് പറയാനുള്ളത്? ഫാഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കൂ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും റെസ്പോൺസ് കൊടുക്കുക? ഹൗ യു ഗോയിങ് ടു റെസ്പോണ്ട് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ? About the dress? Anything, it's a fashion statement. About your fashion statement. Fashion, it's like within seconds എല്ലാം ചേഞ്ച് ആവും ഫാഷൻസ് എന്ന് പറയുന്നത്. ഈവൻ ദ ട്രഡീഷണൽ ഡ്രസ് ഇസ് ഓൾസോ ലൈക്ക് എ ഫാഷൻ കൈൻഡ് ഓഫ് ഡ്രസ്. അതും ഒരു ഫാഷനാണ്. ഈവൻ കുറേ റാംസിലടക്കം ട്രഡീഷണൽ ഡ്രസ്സസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള റാം ഷോസ് നടക്കുന്നുണ്ട്. സോ ഓഫ് കോഴ്സ് So this is the way you are going to answer for the question, right? yeah. Okay. Next is you. Again, I'm coming to you. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷോക്കേസിങ് കളക്ഷൻസ് ഫ്രോം ഡിസൈനർ, അപ്പോഴത്തേക്കും എന്താണ് ഇതൊരു സഡൻ അപ്രോച്ച് ആയിരിക്കും. ജിൻസിനെ വിളിച്ചു, നെക്സ്റ്റ് ഡേയിൽ ഇങ്ങനെ ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഷോ എൻഡായപ്പോഴത്തേക്കും ജിൻസി ഫെൽറ്റ് ലൈക്ക് വൈ ഷുഡ് ഐ ബി ഇൻ ദിസ് ഷോ എന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഇത് കളക്ഷൻസ് വാസ് ടെറിബിൾ ആയിരുന്നു ബിക്കോസ് ഇറ്റ് നോട്ട് യെറ്റ് പ്രിപ്പയർഡ്, ഡിസൈൻ വാസ് നോട്ട് പ്രിപ്പയർഡ് ഇനഫ്. അങ്ങനെ ഒരു സംഭവം വന്നു. അപ്പം ഈവൻ ഡിസൈനർ സ്റ്റിച്ച് ഹിംസെൽഫ് ബിക്കോസ് ഹി വാണ്ട് ടു ഗെറ്റ് എക്സ്പീരിയൻസ് ഇൻ സ്റ്റിച്ചിങ് ടു. കാരണം ഡിസൈനേഴ്സിന് സ്റ്റിച്ചിങ് തന്നെത്താൻ ചെയ്യണം എന്ന് ആഗ്രഹം കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്തെ ഡിസൈനർ തന്നെത്താൻ സ്റ്റിച്ച് ചെയ്ത കോസ്റ്റ്യൂംസ് ആയിരുന്നു അന്ന് പ്രസന്റ് ചെയ്ത ഫുള്ള്. അപ്പോഴത്തേക്കും ടോണിങ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ തോ ലൈക്ക് ഇറ്റ് വാസ് നോട്ട് പെർഫെക്റ്റ് ഇനഫ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോഴത്തേക്കും എന്താണ് ആഫ്റ്റർ ദ ഷോ സോ സം ഓഫ് ദ എന്താണ് മോഡൽസ് പറഞ്ഞു ദിസ് ഷോ വാസ് ലൈക്ക് എന്താണ് ഒരു ഹെക്ടിക് ആയിരുന്നു, അല്ലെങ്കിൽ ദിസ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്, കമ്പാരിറ്റീവ്ലി ലൈക്ക് ഒരു കൊച്ചിൻ ഫാഷൻ വീക്കിന്റെ ലെവലിലോട്ട് എത്തിയില്ല എന്നൊക്കെ വിചാരിക്കുകയാണ്. സോ എങ്ങനെയായിരിക്കും ജിൻസിയുടെ ആ ഒരു റെസ്പോൺസ് എന്തായിരിക്കും? അങ്ങനെ ഒരു ഷോയിൽ വന്ന് പെട്ടു പോവുകയും ചെയ്തു, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഇറങ്ങാനും പറ്റിയില്ല. എനിവേസ് യു ഹാവ് ഡിസ്പ്ലേഡ് ഇറ്റ്. സോ എങ്ങനെയായിരിക്കും ജിൻസിയുടെ അപ്രോച്ച് ആഫ്റ്റർ ദാറ്റ്? Thank you for that question. Well, if I go for a show, I'll definitely inquire about the designer, where the designer stands. But still, if you're telling me if I go for the show and the designer does not know to stitch and all, anyway, ഞാൻ പെട്ടു പോയാൽ I would still carry his designs confidently on the ramp. It does not matter if it's stitched, not stitched and all that. Yeah, that's called attitude. അപ്പോൾ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് വേണം ഒരു മോഡലായി കഴിഞ്ഞാൽ. ബിക്കോസ് ഡിസൈനേഴ്സ് എങ്ങനെയായിക്കോട്ടെ, ബിക്കോസ് അവർക്ക് സ്റ്റിച്ചിങ് കറക്റ്റ് ആവണമെന്നില്ല. ബിക്കോസ് ഡിസൈനേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു ഭാഗം മാത്രമാണ് സ്റ്റിച്ചിങ്. സോയിങ് ഇസ് എ പാർട്ട് ഓഫ് ഡിസൈനിങ്. അപ്പം ഡിസൈനിങ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ദേ നീഡ് എക്സ്പീരിയൻസ് ഇൻ സ്റ്റിച്ചിങ് ആസ് വെൽ. അപ്പോഴത്തേക്കും നമ്മൾ മോഡൽസ് ആയിട്ടുള്ള നിങ്ങളെ വിളിച്ച് അവരൊരു ഷോക്കേസ് നടത്തും, അല്ലെങ്കിൽ അവരുടെ കളക്ഷൻസ് ഷോ ചെയ്യും. ആൻഡ് ആഫ്റ്റർ 2, 3, 4, 5, 6, 7 ഈവൻ ആഫ്റ്റർ 10 ഷോസ് ആയിരിക്കും ഡിസൈനർ മസ്റ്റ് ബി ഇൻ പെർഫെക്റ്റ് ഇൻ എവറിത്തിങ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോഴത്തേക്കും അമച്വർ ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഉണ്ട്. സോ യു ഗൈസ് ഹാവ് ടു അവരെയും അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണ്. You have to work with them also for getting more experience in your life. That's what I said. Thank you, Jinsi. Thank you. And ഇവിടെ എനിക്കൊരു എക്സൈറ്റഡ് ഉള്ള സംഭവം വെച്ച് കഴിഞ്ഞാൽ സോഫിയ. അപ്പം സോഫിയയിടയ്ക്ക് ചോദിക്കാനുള്ള ചോദ്യമുണ്ട്. കാരണം ഐ സ്റ്റഡി ഇൻ ഓസ്ട്രേലിയ, MSLലാണ് പഠിച്ചത്. അപ്പോൾ ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലുണ്ട്. ഹെർ നെയിം ഈസ് ജീൻ മെലി. അപ്പോൾ ജീൻ മെലി ഷീ ഹെയിൽസ് ഫ്രം ഓസ്ട്രേലിയ ആൻഡ് ഷീ വർക്ക് ഇൻ ലണ്ടൻ ആസ് എ സൂപ്പർ മോഡൽ. പുള്ളിക്കാരി എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരി ബൈ ബോൺ, അതായത് സിൻസ് ബർത്ത് ഷി വാസ് ഡഫ് ആൻഡ് ഡം ആയിരുന്നു. ബട്ട് പുള്ളിക്കാരി അവിടുത്തെ ടോപ്പ് മോസ്റ്റ് മോഡലിലെ ലെവലിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് പേയബിൾ മോഡൽ, മാനിക്യൂൻ എന്നാണ് പുള്ളിക്കാരനെ വിളിക്കുന്നത് തന്നെ, പേയബിൾ മാനിക്യൂൻ എന്ന്. അപ്പം ആ ജീൻ മെലിയുടെ സ്റ്റോറി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ, അതായത് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ്, അതായത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫിയാണ്. So everybody have to clap for that because we got such a good contestant in our show. അപ്പം സോഫിയോട് ചോദിക്കാനുള്ള ചോദ്യം, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ലൈക്ക് നോട്ട് ലൈക്ക് അതേഴ്സ് റൈറ്റ്, അപ്പം ഇങ്ങനെ അവസ്ഥയിൽ ഇങ്ങനെ ഒരു ഫീൽഡിൽ വന്നെത്തിയപ്പം അപ്പോൾ ഇങ്ങനെ കുറേ ഫേസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് യു കനോട്ട് ഹിയർ ദ സോങ് വെൻ യു റാമ്പിൽ വാക്ക് ചെയ്യുമ്പോഴത്തേക്കും യു കനോട്ട് ഹിയർ ഇറ്റ്. എങ്ങനെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ പറ്റുക? സോ നമുക്ക് സോഫിയുടെ അമ്മേനെ വിളിക്കാം.
ഞാൻ സോഫിയോട് ഓൾറെഡി ചോദിച്ചു, ലൈക്ക് ഇപ്പൊ മോഡൽസ് ആകുമ്പോഴത്തേക്ക് അതിന് കൊറിയോഗ്രാഫി ഉണ്ടാവാം ഇല്ലാവാം, പക്ഷേ എങ്കിൽ പോലെയും നമുക്കൊരു കൊറിയോഗ്രാഫിയുടെ ആവശ്യകത ഉണ്ട്. ആൻഡ് ഈവൻ ഫോർ ദ ആഡ് ഷൂട്ട്സ് ആണെങ്കിൽ എന്തിനാണെങ്കിലും ഒരു മ്യൂസിക്കിന്റെ ആവശ്യകത ഉണ്ട് സംടൈംസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് സോഫി അത് ഫേസ് ചെയ്യാൻ പോകണമെന്നാണ് ചോദിച്ച ചോദ്യം. സോ എന്നാണ് സോഫിയുടെ റെസ്പോൺസ്? അവൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അവള് ആ കോൺഫിഡൻസ് ലെവലിലാണ് നമ്മൾ അവളെ വളർത്തിയെടുത്തത്. അവൾക്ക് എല്ലാവരെയും എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, എങ്ങനെയാ അവരുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും. അപ്പം ഒരു ഗസ് ആണ് സത്യത്തില്. അവള് ഒട്ടും ചെവി കേൾക്കാത്ത, അവൾക്ക് ഫോൺ വെച്ചാലും ഒരു വൈബ്രേഷൻ പോലെ എന്തെങ്കിലും കിട്ടുള്ളൂ. എന്നാൽ തന്നെ അവൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ കോൺഫിഡൻസ് ആണ് ബൂസ്റ്റ് അപ്പ് അല്ലേ? അവളുടെ കോൺഫിഡൻസും ആറ്റിറ്റ്യൂഡും ആണ് അവളെ ഇത്ര എത്തിച്ചതും. ഓക്കെ. അപ്പം ആന്റി ഇങ്ങനെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാളുടെ പേര് പറഞ്ഞല്ലോ, എൻജീൻ മെലനെ പോലെ. അപ്പം അങ്ങനെ ഒരു ഇൻസ്പയർഡ് ആവാൻ, അങ്ങനെ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് താല്പര്യമുണ്ടോ സോഫിയക്ക്, ലൈക്ക് യുനോ ആസ് ഫാർ ആസ് ഹെർ മോൾ കരിയർ കൺസേൺഡ്? തീർച്ചയായിട്ടും ഞങ്ങൾ സെർച്ച് ചെയ്തു. ഞാൻ മോളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ജിൻമേരിയെ പറ്റി എല്ലാം. Okay, she know about her, right? Yeah, she knows. Thank you so much, Aunty. Thank you. I saw this part, so I thought that inspired me to make the pants all pinkish.